തട്ടേക്കാട് ചെക്ക് പോസ്റ്റിലെ ക്രോസ് ബാറിൽ തട്ടി ഒരാളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ വനം വകുപ്പിന്റെ അനാസ്ഥയും കാരണമായെന്ന് ആക്ഷേപം. ക്രോസ് ബാറിൽ ശക്തിയുള്ള റിഫ്ലക്ടറോ ലൈറ്റോ ഉണ്ടായിരുന്നില്ലെന്നാണ് വിവരം. ക്രോസ് ബാർ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് മൂലമാണ് ഇടുക്കി സ്വദേശി മോൻസിക്ക് അപകടത്തിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടാൻ കാരണം. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് സമീപത്തെ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് വർഷങ്ങളായി നിലവിലുള്ളതാണ്. ഇവിടുത്തെ ക്രോസ് ബാറാണ് ഇടുക്കി സ്വദേശി മോൻസിയുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് കാരണമായത്. വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാവുന്ന വിധത്തിൽ ശക്തമായ റിഫ്ലക്ടർ ക്രോസ് ബാറിൽ ഉണ്ടായിരുന്നില്ല. ഇതുമൂലമാണ് മോൻസി ക്രോസ് ബാറിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത്. മോൻസിക്ക് ഈ റോഡ് പരിചിതവുമായിരുന്നില്ല. പൂയംകുട്ടിക്ക് പോകുമ്പോൾ തുറന്നിട്ടിരുന്നതിനാൽ ക്രോസ് ബാർ മോൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ക്രോസ് ബാർ പകൽ സമയത്ത് ഉയർത്തിവെക്കുകയും രാത്രിയിൽ മാത്രം താഴ്ത്തിവെക്കുകയുമാണ് ചെയ്യുന്നത്. പതിവ് യാത്രക്കാർക്ക് ക്രോസ് ബാറിനെക്കുറിച്ച് അറിയാമെന്നതിനാൽ പ്രശ്നമാകാറില്ല. റോഡിന്റെ ഇരുഭാഗത്തും ചെക്ക് പോസ്റ്റ് സംബന്ധിച്ച അറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും വേണ്ടത്ര ശ്രദ്ധ ലഭിക്കാവുന്ന വിധത്തിലല്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. വ്യക്തമായ മുന്നറിയിപ്പ് സംവിധാനവും ശക്തിയേറിയ റിഫ്ലക്ടർ ഘടിപ്പിക്കുകയും ചെയ്ത ശേഷം മാത്രം ക്രോസ് ബാർ അടച്ചാൽ മതിയെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. GTV ന്യൂസ്, കോതമംഗലം.